മനസ്സിൻ്റെ ദൃഷ്ടി 10-ലോട്ടുണ്ടെന്ന് വേണം കരുതാൻ. ചന്ദ്രൻ 4-ലാണ്, അതായത് ചന്ദ്രൻ 4-ാം ഭാവം ചന്ദ്രന് കൊടുത്തത് കൊണ്ട് ചന്ദ്രൻ നാച്ചുറലി 10-ലോട്ട് നോട്ടം ഉണ്ടെന്ന് വേണം പറയാൻ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ കർമ്മഭാവമാണ് 10 എന്ന് പറഞ്ഞല്ലോ, മനസ്സാണ് അതിലോട്ട് അതിൻ്റെ പ്രഭാവം, മനസ്സാണ് കർമ്മത്തിന് പൂർണ്ണത കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ചന്ദ്രന ഏത് അവതാരം കൊണ്ടാണ് പരാശരഹോരെ പറഞ്ഞേക്കുന്നത്? ചന്ദ്രനെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണനെ കൊണ്ടാണ്, ആർക്കും സംശയമില്ലല്ലോ, കൃഷ്ണനെ കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, കുരുക്ഷേത്രത്തിൽ അർജുനൻ കർമ്മം ചെയ്യാനാവാതെ പകച്ചു നിന്ന് പോയപ്പോൾ ആരാണ് അദ്ദേഹത്തിനെ കർമ്മത്തിന് പ്രേരിപ്പിച്ചത്? അല്ലെങ്കിൽ പൂർണ്ണക്ഷമതയോടുകൂടി കർമ്മം ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കിയത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ്. പരാശരഹോരയിൽ ചന്ദ്രനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. രാമനെയാണ് നമ്മൾ സൂര്യനെ കൊണ്ട് പറയുന്നത്, ചന്ദ്രനെ കൃഷ്ണനെ കൊണ്ടാണ് പറയുന്നത്. കാര്യം അത്രത്തോളം കർമ്മത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാവുന്ന ഒരാൾ കൃഷ്ണനാണ്. കൃഷ്ണൻ അൺപ്രഡിക്റ്റബിളുമാണ്. മനസ്സിൻ്റെ ക്വാളിറ്റി അറിയാലോ.